ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർക്കിഡ് എങ്ങനെ ഈക്കോ ഫ്രണ്ട്ലി വേയിൽ നടാമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ ഈക്കോ ഫ്രണ്ട്ലി പോട്ടിൽ ഓർക്കിഡ് നട്ടിട്ടുള്ളത്. സോ ഇനി ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആദ്യം ഈ പോട്ട് എങ്ങനെ തയ്യാറാക്കിയിരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ തേങ്ങയുടെ വെളിയിലത്തെ ചകിരിത്തൊണ്ടാണ്. അത് ഫസ്റ്റ് നമ്മൾ പൊളിക്കുന്ന സമയത്ത് തിക്ക് പാർട്ടും തിൻ പാർട്ടും അറിയേണ്ട ആവശ്യമുണ്ട്. വെളിയിൽ നിന്ന് അത് കണ്ടാൽ കുറച്ചുകൂടെ ഉരുണ്ടതും പോയിന്റഡ് ആയിട്ടും ഉണ്ടാവും. നമ്മൾ പൊളിക്കേണ്ടത് ഈ പോയിന്റഡ് ഏരിയയിൽ നിന്നാണ്. എന്താണെന്ന് വെച്ചാൽ ആ റൗണ്ടഡ് പാർട്ടിൽ കൂടുതൽ ചകിരി നാരുണ്ടാവും. അത് വന്നിട്ട് വെള്ളം സോക്ക് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. അപ്പം നമ്മൾ എങ്ങനെ ഇത് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ വന്നിട്ട് പോയിന്റഡ് ഏരിയയിൽ നിന്ന് ഓൾറെഡി തൊണ്ട് മുറിച്ച് തേങ്ങ മാറ്റിയിട്ടുണ്ട്. ആ 3 പീസും ഒന്നിച്ച് വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാ കയറും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, താഴെ അത് എത്ര ചകിരി നാര് ഉണ്ട്, എത്ര തിക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ വന്നിട്ട് ഒരു ചിരട്ട വെക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ചകിരി തൊണ്ടിൽ വന്നിട്ട് വെളിയിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ളിൽ ഈ ചിരട്ട വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഈ പോട്ടിലേക്ക് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. ഞാൻ കുറച്ച് ചകിരി തൊണ്ടുകൾ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കരി കുറച്ച് ചെറിയ പീസസ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ വലുതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൊട്ടിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ ഇഷ്ടിക കഷ്ണമാണ്. നിങ്ങൾക്ക് ഇഷ്ടിക അവൈലബിൾ അല്ലെങ്കിൽ ചെറിയ കല്ലുകളും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ചകിരി തൊണ്ട് എടുത്തതുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു ചിരട്ട യൂസ് ചെയ്തിട്ടുണ്ട്. ആ ചിരട്ടയിൽ ഒരു ചെറിയ ഹോൾ ഇട്ടുണ്ട്. ഇതിലെ കൂടെ വെള്ളം നന്നായിട്ട് ഒഴുകി പോവാനാണ്. നമുക്ക് ഓർക്കിഡ് ഇനിയിപ്പോൾ എങ്ങനെ ഈ പോട്ടിൻ്റെ ഉള്ളിൽ പ്ലാന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ച ചകിരി തൊണ്ടുകളാണ്. ഞാനത് കറക്റ്റായിട്ട് നമ്മുടെ ചിരട്ടയുടെ ഉള്ളിൽ പോണ മാതിരി ഒരു ലെവൽ വരെ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും ചെറിയ പീസസ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഇഷ്ടിക കഷ്ണം കുറച്ച് ആണ് നമ്മൾ ഇവിടെ ആദ്യം ആഡ് ചെയ്യുന്നത്. ഇനിയും കരി, ഇങ്ങനെ വലിയ കഷ്ണമാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അത് ചെറുതായിട്ട് പൊടിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഞാനൊരു ലെവൽ വരെയാണ് ആഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 70% ആ പോട്ടിൻ്റെ നിറഞ്ഞാൽ നമുക്ക് മതി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ പ്ലാന്റ് ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി അതിൽ ഒരു ബഡിങ് കിളിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഈ പ്ലാന്റിൽ 2 തരം ബഡിങ് ഓൾറെഡി ഉണ്ട്. ഇവിടെ ഞാൻ ഈ പ്ലാസ്റ്റിക് കയർ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പ് കുറച്ചുകൂടെ ഫില്ല് ചെയ്ത് പ്ലാന്റ് കുറച്ചുകൂടെ സ്റ്റഡി ആവാൻ വേണ്ടി ഞാൻ പിന്നെയും ആ തൊണ്ടിൻ്റെ കഷ്ണം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഇഷ്ടികയും കരിയും. ഇത് എൻ്റെ അച്ഛനാണ്. അച്ഛനെയാണ് ഇത് കുറേ നാളുകൾക്കായിട്ട് എൻ്റെ വീട്ടിൽ ഈ ഓർക്കിഡ് പ്ലാൻ ചെയ്യുന്നത്. ഇത് അച്ഛൻ്റെ ഒരു സീക്രട്ട് ടിപ്പാണ് നിങ്ങൾക്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നന്നായിട്ട് ഈ ഓർക്കിഡിൻ്റെ പോട്ടും ഓർക്കിഡും മൊത്തമായിട്ട് ഞാനൊന്ന് നനച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നല്ലോണം വെള്ളം കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഉള്ളിലത്തെ ചകിരി നന്നായിട്ടൊന്ന് നനയണം. ഇനിയിപ്പം നമ്മുടെ ഈ പോട്ട് റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയർ വെച്ച് കെട്ടി തൂക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് ലഭ്യമാവുന്ന ഈ നീല കയർ ഞാൻ കാണിച്ച മാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും മരത്തിലോ കെട്ടി തൂക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഓർക്കിഡ് ചെടി നട്ടിരിക്കുന്നത്.
നിങ്ങളുടെ വീട്ടിൽ ഈ ചകിരി തൊണ്ട് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പല വിധമായിട്ട് ഈ ഓർക്കിഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വേറെ ഓൾട്ടർനേറ്റീവ്സ് നോക്കാം. ഫസ്റ്റ് ഞാൻ ആദ്യം നട്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കറുത്ത പോളിത്തീൻ ഷീറ്റിൽ ഇതേമാതിരി കരിയെല്ലാം ഇട്ടിട്ട് ഞാനൊരു മരത്തിൽ കെട്ടി വെച്ചിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ആ ഓർക്കിഡിൻ്റെ റൂട്ട് വന്നിട്ട് ആ മരത്തിലോട്ട് ചേർന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് മരത്തിൽ തന്നെ അത് നന്നായിട്ട് വളർന്നിരുന്നു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസും റീയൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ ഈ ചകിരി തൊണ്ട് വെച്ചിട്ട് ഓർക്കിഡ് എൻ്റെ വീട്ടിൽ പ്ലാന്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.